അപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഞാൻ പൈസ തരാം. ഇത് വർക്ക്ഷോപ്പിൽ നാളെ ഒരു വണ്ടി പണിയാൻ കൊണ്ടുവരാൻ അയാൾ സ്പെയർ മേടിക്കാൻ വേണ്ടി തന്ന പൈസയാണ് ഓയിലൊക്കെ. പക്ഷെ എനിക്ക് നാളെ വൈകിട്ടോ മറ്റന്നാളിലോ തിരിച്ചു തരാം. ഉറപ്പാണല്ലോ? മറ്റന്നാ തരാം. ഓ കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. ഞാൻ നിരത്തെ ദേഷ്യത്തിന് പറഞ്ഞത് അവിടുന്നാണെങ്കിലും ഇവിടുന്നാണെങ്കിലും കഴിക്കാച്ചനായിരുന്നു. അല്ല അത് ഇവിടെ കൊണ്ട് മാറാൻ എന്തെങ്കിലും അറിയില്ല. ഞാൻ കഴിക്കാത്ത മാറുമായിരിക്കും. ഇവിടെ കഴിക്കാൻ ചോറേ ഉള്ളു. പിള്ളേർ പറയുന്നിട്ട് പലഹാരം ഒക്കെ മേടിച്ചോണ്ട് വന്നു. ആര് വാങ്ങിച്ചോണ്ട് വന്നു? അച്ചമ്പി അല്ലാതെ. അയ്യോ അത് അങ്ങനെ പലഹാരമൊന്നും ഇല്ല. എന്താ പക്കാവട ചിപ്സ് അതൊക്കെ ഉള്ളു. ഞാനും ഇതിനായിട്ട് പലഹാരമായിട്ട് കാണുന്നു. ജിലേബി ലഡു പക്കാവടയും ചിപ്സും ഒക്കെ പലഹാരമില്ലേ? മതിയാകും. ചായ അടിച്ചു മറ്റന്നാ. ഓ താങ്ക് യു. ഞാൻ തന്നില്ല പിന്നെ അങ്ങനെ. സത്യം ഞാൻ ആദ്യം അച്ചാച്ചനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ എന്തിനാണ് ഇവിടെയൊക്കെ പോയി ഇറക്കാൻ പോയത്? കഷ്ടമായി പോന്നല്ലേ. ഒരു സാമാന്യ ബോധം വേണ്ടി അങ്ങനെ നാണക്കേടായി പോയി. ഉമ്മ നാണക്കേട് തോന്നുന്ന പിന്നെ അല്ലാതെ ആണാ? ഈ നാണക്കേട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏട്ടന്റെ അടുത്ത് 1000 രൂപ ചോദിച്ചത്. അപ്പൊ തന്നില്ലല്ലോ. തന്നോ? അപ്പൊ ഈ നാണക്കേടങ്ങ് സഹിച്ചേ. എന്റെ ഇല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവന്റെ വേറെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നാളെ നീ നേരം എടുക്കുമ്പോൾ ഇറങ്ങി നോക്ക്. ഇവൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. ഞാനാണ് ലില്ലിപ്പന്റെ പൈസ കൊടുത്തത്. ഞാനാണ് കനകം പോലീസിന്റെ ഭാര്യയ്ക്ക് പൈസ കൊടുത്തത്. ഞാനാണ് ലില്ലിപ്പന്റെ പൈസ കൊടുത്തത്. നാണക്കേടാണ്. ആളുകൾ വരിക എന്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന് വരിക്കില്ലേ? അതിനെന്നെ ഞാൻ അന്യന്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് എന്റെ ക്ലീറ്റോ ചേട്ടനെ പോലെ തന്നെ ഉള്ള എന്റെ റൊണാൾഡോ ചേച്ചന്റെ അടുത്തല്ലേ. അതിനെന്ത് ഇത്ര കുഴപ്പം? നല്ല കാര്യമായി. അത് കഴിഞ്ഞ് 10,000 20,000 ഒന്നും അല്ലല്ലോ വാങ്ങിച്ചത്. 1000 രൂപ. അത് ഇത്ര വലിയ കാര്യമാണോ? 1000 രൂപ. 1000 രൂപ മതി അവന്റെ അടുത്തൊക്കെ ചോദിക്കുന്നത്. എടി കള്ളി, ഇന്നലെ അവൻ പൈസ തന്നിട്ട് നീ പറഞ്ഞില്ല അല്ലേ? സമാധാനം ആയല്ലോ എന്തായാലും. അതെ അച്ചാച്ചാ, ഒരാൾക്ക് ആവശ്യം വരുമ്പോഴാണ് അവരെ സഹായിക്കേണ്ടത്, അല്ലാതെ അവരവരുടെ സൗകര്യം നോക്കിയിട്ടല്ലേ. എന്തിനു വർത്താനം? ചോദിച്ചോണ്ട് ഞാൻ പൈസ തന്നില്ലേ? ഞാൻ അച്ചാച്ചനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അല്ലല്ലോ, ഞാൻ വേറെ പലരും ഉദ്ദേശിച്ചാ പറഞ്ഞത്. എന്നാ എനിക്ക് തന്ന പൈസ പിന്നെ ആർക്കാണ്ട് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട. ഞാനേ പൈസ, എനിക്ക് വേണ്ടുന്ന പൈസ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അധ്വാനിക്കണ കാര്യം നമുക്കറിയാലോ. ഡാൻസ് ക്ലാസ് നടത്തണം, എന്നിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ പൈസ. അയ്യോ, എല്ലാവർക്കും ലില്ലി ഡാൻസ് ക്ലാസ് എടുക്കുന്ന ഒരു കഴിവുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ലില്ലിക്ക് വേറെ പല കഴിവുകളും ഉണ്ട്. അതൊക്കെ നിങ്ങളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അച്ചാച്ചാ, ഈ ഡേറ്റ എൻട്രി എന്ന് കേട്ടിട്ടുണ്ടോ? ഡേറ്റ എൻട്രി എന്താ സംഭവം? ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്നോ, പൊട്ടക്കിണറ്റിൽ വീണ തവളേനെ പോലെ, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ഇത് ഓൺലൈനിലുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യും, അപ്പോഴത്തേക്ക് കുറച്ച് പൈസ നമുക്ക് വരും. പിന്നെ നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ വരും. അങ്ങനെ ഓരോ ദിവസം ചെയ്യുമ്പോൾ അന്നേരം വരും. അപ്പൊ 1 മാസത്തേക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. 1 മാസത്തേക്ക് കിട്ടാനായിട്ട് ഇത് സാലറി ഒന്നും അല്ല. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവും. അപ്പൊ എന്താ, അപ്പൊ എനിക്ക് പൈസക്ക് വേണ്ടിട്ട് ഇന്ദവാതിൽ ഇങ്ങനെ ഇരന്ന് നടക്കേണ്ട ഗതികേട് വരുത്തി. അച്ചാച്ചന് ഇനി എന്തെങ്കിലും പൈസക്ക് ആവശ്യം വരുവാണെങ്കിൽ ഒരാളുടെ മുമ്പിൽ പോലും കൈ നീട്ടരുത്. എന്റെ മുമ്പിലോട്ട് വന്നേ. ഇനി എന്റെ അക്കൗണ്ട് ഒഴിയത്തില്ല. പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അല്ലേലും ഇവളൊരു കാര്യത്തിനും തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പണ്ടേ ഇങ്ങനെ ചേട്ടത്തി അവളതിനകത്ത് കത്തിക്കേറും. ഇപ്പൊ തന്നെ ഡാൻസ് സ്കൂളിൽ എത്ര പിള്ളേരാന്നറിയോ ഈ പറഞ്ഞ പാറ്റാൻറിയോ? അതിനകത്തോട്ട് ഇവള് കഴിവില്ലേക്കും. അവിടെ രാശിയിലുള്ളയാണ്. ആ പറഞ്ഞതില് എന്നെ കുത്തിയാണോ പറഞ്ഞത്? നിനക്ക് അങ്ങനെ തോന്നിയോ? ഇല്ല അല്ലേ? പക്ഷേ ഒരാക്കലിന്റെ മണം ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? എനിക്ക് തോന്നിയടാ, എനിക്ക് തോന്നി. ഇവളുണ്ടല്ലോ, ഇവള് ഇച്ചിരി പൈസയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവള് മനുഷ്യനെ വഴി നടക്കാൻ സമ്മതിക്കുമായിരുന്നോ? നിന്റെ പെങ്ങൾക്ക് അവധി ദിവസമെങ്കിലും പൈസ വരാതിരിക്കുമോ എന്തോ? ഇനി അന്നും റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുമോ എന്തോ? അഹങ്കാരം.